കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സൗത്ത് സോൺ കൾച്ചറൽ സൊസൈറ്റി ഗവേണിംഗ് ബോഡി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് സോപാന സംഗീത കലാകാരിയായ ആശ സുരേഷ്. കേരളത്തിൻ്റെ പ്രതിനിധിയായി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ആശയെ നാമനിർദ്ദേശം ചെയ്തത്. തനിക്ക് ലഭിച്ച അവസരം നാടൻ കലകളെ പരിപോഷിക്കാൻ ഉപയോഗപ്പെടുത്തുമെന്ന് ആശ പറഞ്ഞു. സോപാന സംഗീത കലാകാരിയാണ് ആശ സുരേഷ്. നാടൻ കലകളുടെ പരിപോഷണത്തിനായി കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൗത്ത് സോൺ കൾച്ചറൽ സെൻ്ററിൻ്റെ ഗവേണിംഗ് ബോഡി അംഗമായിട്ടാണ് ആശയ്ക്ക് ക്ഷണം ലഭിച്ചത്. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ആശയുടെ പേര് നാമനിർദ്ദേശം ചെയ്തത്. അപ്രതീക്ഷിതമായി ലഭിച്ച അവസരം കലകളുടെ ഉന്നമനത്തിനായി ഉപയോഗപ്പെടുത്തുമെന്ന് ആശ പറയുന്നു. ശരിക്കൊരു സർപ്രൈസ് തന്നെയായിരുന്നു. എന്താണ് സംഭവം എന്ന് എനിക്കും മനസ്സിലായില്ല. ഫോക്ക് കലകളെ കൂടുതൽ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്നൊക്കെയാണ് ഇപ്പോൾ മനസ്സിലായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീറ്റിംഗ് ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്നാൽ കഴിയുന്ന വിധം എല്ലാ കലകളെയും, അത് നാടൻ കലകളായിക്കൊള്ളട്ടെ, അവിടെ ഏതിനാണോ നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നത് തീർച്ചയായിട്ടും അതിന് വേണ്ടിയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വാസം. മൃദംഗ കലാകാരനായ കുഴൽമന്ദം രാമകൃഷ്ണനെയും കേരളത്തിൻ്റെ പ്രതിനിധിയായി ഗവേണിംഗ് ബോഡിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. തഞ്ചാവൂരാണ് സൗത്ത് സോൺ കൾച്ചറൽ സെൻ്ററിൻ്റെ ആസ്ഥാനം. തമിഴ്നാട് ഗവർണറാണ് സൗത്ത് സോൺ കൾച്ചറൽ സെൻ്ററിൻ്റെ ചെയർമാൻ. സോപാന സംഗീത കലാരൂപത്തിന് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രചാരം നൽകാൻ ആശയ്ക്ക് സാധിച്ചിരുന്നു. ഇതിനോടകം നിരവധി ക്ഷേത്രങ്ങളിൽ ഇടയ്ക്കയുടെ നാദത്തിനൊപ്പം സോപാന സംഗീതം അവതരിപ്പിച്ചു വരുന്ന കലാകാരിക്കുള്ള ആദരം കൂടിയാണ് പുതിയ നിയോഗം. അമൃത ന്യൂസ്, പാലക്കാട്.